ഹായ്, ഇതൊരു കാർഡിൻ്റെ ഷോപ്പാണ്. കാർഡിൻ്റെ മാത്രം ഷോപ്പല്ല, ഇവിടെ ഗിഫ്റ്റുകളും ഗിഫ്റ്റ് കൊടുക്കുന്ന കവറുകൾ, ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പറുകൾ, പിന്നെ ഡെക്കറേഷൻസ് ഐറ്റംസ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഈ കടയിൽ കിട്ടും. എങ്കിലും കൂടുതലായിട്ട് അവർ കാർഡുകളാണ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. കാരണം ക്രിസ്മസിൻ്റെ സീസൺ വരുന്നതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള കാർഡുകൾ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് പല തരത്തിൽ അവർ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. പൈസയുടെ അടിസ്ഥാനത്തിലും ആർക്ക് കൊടുക്കാൻ പറ്റുന്ന കാർഡാണ്, അങ്ങനെ പലതരത്തിലാണ് അവർ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുന്നത്. ക്രിസ്മസിൻ്റെ മാത്രം കാർഡല്ല, ബർത്ത്ഡേ കാർഡുകൾ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള കാർഡുകൾ ഈ കടയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഇവിടുത്തുകാർ ഇപ്പോഴും ഓരോ ഒക്കേഷൻസിനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് കൊടുക്കുകയും അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തിനേറെ പറയുന്നു, ഹോസ്പിറ്റലിൽ വരുവാണെങ്കിലും അവർ ആൾക്കാർക്ക് ഗെറ്റ് വെൽ സൂണുള്ള കാർഡ്, അല്ലെങ്കിൽ ഹൈഡ്രജൻ ബലൂൺ, ഗെറ്റ് വെൽ സൂൺ എന്ന് എഴുതിയ ഹൈഡ്രജൻ ബലൂണ്, ചോക്ലേറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കൊണ്ട് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ അവരിങ്ങനെ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയ കാർഡുകളും അവർ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് സൈഡിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ പറഞ്ഞാൽ ഞാനപ്പോൾ ഓർത്തത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ലേഡീസ് സ്റ്റോറുകളിലും ബുക്ക് സ്റ്റാളിൽ നിന്നൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ കാർഡുകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ നമ്മളാരും അത് അയക്കാനോ അങ്ങനെ അയക്കാൻ മെനക്കെടാറോ ഇല്ല. കാരണം വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ അതൊക്കെ വന്നതുകൊണ്ട് ഒന്നെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു പിക്ചർ, അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു തന്നതിൽ നോക്കി നല്ലൊരു ക്രിസ്മസ് വിഷോ അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷോ ആയിരിക്കും നമ്മൾ എല്ലാവർക്കും അയക്കുക. അല്ലാതെ കാർഡ് അയക്കുക, അങ്ങനെ ഒരു സംസ്കാരം നമ്മൾ എന്നൊക്കെയോ അങ്ങ് കൈമോശം വന്നുപോയി. പക്ഷേ ഇവിടുത്തുകാർ ഇപ്പോഴും ഇങ്ങനെ കാർഡുകൾ കൊടുക്കുകയും വാങ്ങി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് ഇവളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോഴും അത് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എന്താ കൊണ്ടുപോകുന്നത്, അപ്പോൾ സീസണിൽ കിട്ടുന്ന ഏത് ഫ്രൂട്ടാണോ അതായിരിക്കും നമ്മൾ രോഗികളെ കാണാൻ വേണ്ടി പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, ഇതിലേതെങ്കിലും ഒന്ന് കൊണ്ട് കൊടുക്കും. അല്ലാതെ കാർഡ്സ് കൊടുക്കുക അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെ കാർഡൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.